മാരകമായ ലഹരിക്ക് നാം അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരിക അസാധ്യമാണ്. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിനിയായിട്ടുള്ള സിന്ധു 1.5 വയസ്സിൽ അച്ഛൻ മരിച്ചതാണ്. ശേഷം 2 കുട്ടികളെ ലോട്ടറി വിറ്റാണ് നോക്കിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മകൻ വിവിധ സൗഹൃദങ്ങളിൽപ്പെട്ട് ലഹരിക്ക് അടിമയാകുകയാണ്. അങ്ങനെ ആ മൂത്ത മകൻ അരവിന്ദൻ്റെ കയ്യിലെ കത്തിക്ക് ആ അമ്മയ്ക്ക് ഇരയാകേണ്ടി വന്നു. കാരണം ലഹരിയായിരുന്നു. മയക്കുമരുന്നിന് അവൻ അടിമയായിരുന്നു. അത് അവൾക്കും അറിയാമായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവൾ കേസ് കൊടുത്തൊന്നും പിടിപ്പിക്കാനാ മുതിർന്നിട്ടില്ല. കോളേജ് പഠിത്തത്തിലൊക്കെ ഇവന് ഭയങ്കര കൂട്ടുകെട്ടുകളും അല്ലാതെ ഇവിടങ്ങളിൽ ഈ ചുറ്റുപാടിലുള്ള പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പിള്ളേർ ഇങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവളാണെങ്കിൽ ഇവിടെ ഇവൻ്റെ കൂട്ടുകാരെയൊക്കെ വിലക്കം ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ വില പോയില്ല. വളരെ ചെറുപ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട അരവിന്ദിനെയും അനുജനെയും അമ്മ ലോട്ടറി വിറ്റും കൂലിപ്പണിയും എടുത്തുമാണ് പഠിപ്പിച്ചത്. ലഹരിക്കടിമയായ മകൻ പിന്നീട് BEdന് പഠിക്കുന്ന സമയത്തേക്ക് പഠനം പോലും ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ലഹരി അത്രമേൽ അരവിന്ദനെ കാർന്നിരുന്നു. കൂടാതെ അമ്മയുമായി നിരന്തരം വഴക്കിടുന്ന ഒരു സാഹചര്യവും എത്തി. അമ്മ തൻ്റെ ബന്ധുക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബന്ധുക്കൾ ഇക്കാര്യം അരവിന്ദിനോട് ചോദിക്കുന്നത് പോലും അരവിന്ദിന് ഇഷ്ടമില്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ പോലും അവർ പരസ്പരം വഴക്കിടുന്ന ദിവസങ്ങൾ ഒരുപാടുണ്ടായി. അച്ഛൻ മരിച്ച് ഒരു 1.5 വയസ്സ് തൊട്ട് ആ അമ്മ ആ മോനെ വളർത്തി. അതും 2 പിള്ളേരായിരുന്നു. അവരെ വളർത്തി ഇത്രയാക്കി കഴിഞ്ഞാണ് ഒരു നമുക്ക് മനസാക്ഷി അതെന്താ അതിന് പറയാൻ വാക്കുകളില്ല. CA വന്നു കഴിഞ്ഞ് CA സംസാരിച്ച് പിന്നെ ഒരു കൂസലുമില്ല. ഞാൻ അമ്മയെ വെട്ടി ആദ്യം കത്തിക്ക് വലിച്ചു. അത് കഴിഞ്ഞ് കത്തിക്ക് കഴുത്തിന് 3 വെട്ട് വെട്ടി, തലയ്ക്ക് വെട്ടി, ഞാൻ കൊന്നു എന്നൊക്കെയാണ് ഇവൻ്റെ ഭാഷ. കഴിഞ്ഞ ആഴ്ചയിൽ അവൻ എനിക്കൊരു കത്തയച്ചു. ഞാൻ പിന്നെ അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ, എനിക്കെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ അയച്ചു. പക്ഷേ അവനൊരു മാനസിക രോഗവുമില്ല. ഈ സംഭവം അടിച്ച് ഇവനിതായതാണ്. അല്ലാതെ മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല. എനിക്ക് അവൾ അനിയത്തിയല്ലായിരുന്നു, എൻ്റെ ഒരു മകളെ പോലായിരുന്നു അവൾ. അങ്ങനെയായിരുന്നു ഞങ്ങൾ 2 പേരും. പക്ഷേ ഇവൻ ഇത് ക്രൂരമായിട്ട് അവനെ കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാലകയ്യ തല്ലി ഒടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തിയാണ്. പക്ഷേ ഇവൻ അങ്ങനല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എത്തി. ഒരമ്മയുടെ ജീവൻ മാത്രമല്ല ഇവിടെ പൊലിഞ്ഞത്. ഒരു കുടുംബത്തിൻ്റെ സ്നേഹബന്ധങ്ങളും പ്രതീക്ഷകളുമാണ് ഇവിടെ ലഹരി എന്ന ആ തീ വിഴുങ്ങിയത്. ലഹരിക്കെതിരെ നമുക്ക് ജാഗ്രതയോടെ കൈകോർക്കാം. ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.